പ്രിയങ്ക വയനാടിനെ കൈവിട്ടിരിക്കുന്നു. വയനാട്ടിലെ ജനങ്ങളെക്കാൾ വലുത് പാർട്ടി തന്നെയാണെന്ന് ഇതോടെ വ്യക്തം. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണത്തിൽ മാറ്റം വരുത്താൻ പാർലമെന്റിൽ വയനാടിന്റെ സ്വന്തം എംപിയുടെ ശബ്ദം ഉയരില്ല. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ബദൽ നിർദ്ദേശിക്കുക എന്ന അവകാശവാദത്തോടെ ജാഥ നടത്തുന്ന വി.ഡി. സതീശൻ. ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം നടക്കുന്ന ജില്ലയിൽ അവിടുത്തെ എംപി തന്നെ പറയുന്നു, ആ നിയമത്തിന്റെ ഭേദഗതിക്ക് വേണ്ടിയുള്ള നിലപാടല്ല താൻ പാർലമെന്റിൽ എടുക്കുക എന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന യാത്രയ്ക്ക് എന്തർത്ഥമാണുള്ളത്? 52 വർഷമായി പരിഹരിക്കാതെ കിടക്കുന്ന നിയമം ജനാധിപത്യ വിരുദ്ധമെന്ന് തന്നെ പറയേണ്ടി വരും. വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇത് ലഘൂകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും അധികാരം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് രാജ്യത്തെ വന്യജീവി നിയമം ഭേദഗതി ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ അതേ നാട്ടിൽ നിന്നുകൊണ്ട് എംപി ഉറപ്പിച്ചു പറയുകയാണ്, ഈ നിയമത്തിന്റെ ഭേദഗതി എന്ന് പറയുന്ന വിഷയത്തിൽ പാർലമെന്റിൽ ഇടപെടില്ല. No, I think that's a very simplistic way of looking at it. This is not such a simple problem. It is a very complex problem, and there's no ready-made solution for this problem. It's a problem for which all of us have to work together. The center has to work, state has to work, all of us people's representatives have to work, and we have to provide safety for people. I will not initiate for law change, but I will definitely raise in parliament the needs of people here, the paramount need for safety for people. പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ജാഥ ആശങ്കപ്പെട്ട് ജീവനിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ജനങ്ങൾക്ക് ഒരാശ്വാസമായാണ് തോന്നുക. ജാഥ ഊന്നൽ നൽകുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ്. സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷവും ജാഥയും മുന്നോട്ടു പോകുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിലവിൽ വന്ന വനം ഭേദഗതി നിയമത്തിലെ മാർഗരേഖ പറയുന്നത്, കടുവ, പുലി എന്നിവ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ 6 അംഗ സമിതി രൂപീകരിക്കണം. ഇവരെല്ലാം ചേർന്ന് കമ്മിറ്റി കൂടിയ ശേഷം പുലിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക, ശേഷം അതിനെ നേരിടുക എന്ന രീതിയിലൊക്കെയാണ്. നിയമത്തിന് മേലെ സർക്കാരിന് നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല. അതിനുള്ള മാറ്റമാണ് ഭേദഗതി ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ പ്രിയങ്ക ഗാന്ധി തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു അതിനോട് സഹകരിക്കില്ല എന്ന്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനസംരക്ഷണ ജാഥ എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് പ്രഹസനം കാണിക്കുന്നത്? ഇതൊരു ലക്ഷ്യബോധമില്ലാത്ത യാത്രയാണെന്ന് കെ സുധാകരന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമായിരുന്നു. ആനയെല്ലാം ചവിട്ടി പൊളിച്ച് അകത്ത് കിടക്കുന്ന പാർട്ടിയാണ്. ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ തീരുമാനമെടുത്തു. എന്തേ? ഇലക്ട്രിക് ഫെൻസിങ്, എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിങ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ആക്കി കേരളത്തിൽ. പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസിങ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല, മുറിച്ചു പോകൂല. പക്ഷെ ആന ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും, അപ്പൊ ആന പോവും. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ ആന എന്താക്കി? ആന മരക്കൊമ്പ് മുറിച്ച് മരക്കൊമ്പ് അടിച്ചു പൊട്ടിച്ച്, ആ പൊട്ടിച്ച ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി. അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി എന്താ മാർഗം? ഇനി നമുക്ക് മതില് കെട്ടാം. മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു. പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആന അകത്തേക്ക് കടന്നുപോയി. 2ാം വട്ടം തോറ്റു. 3ാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴിച്ച് മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് മാന്തി മേലെടുത്ത് വെള്ളം നിറച്ചു വെച്ചു. ആന വന്ന് ആദ്യം നോക്കി, വെള്ളം കണ്ടപ്പോ ആന തിരിച്ചുപോയി. പക്ഷെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിലകത്തേക്ക് മണ്ണ് കാലുകൊണ്ട് അടിച്ച് ചവിട്ടി മണ്ണ് നേർത്തി ആന അകത്ത് കയറി. ആന പോയി. നമ്മളെ പിന്നാലെ പണി നിർത്തി. ഇവനെനിക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ആ പണി നിർത്തി. ഇന്നിപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ്. അന്നേ ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പ്രതിപക്ഷ നേതാവിന് ഇതൊരു തിരിച്ചടിയാകുമെന്ന് അന്ന് വ്യക്തമല്ലായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ വി.ഡി. സതീശൻ നടത്തുന്ന ജാഥ മലയോര സംരക്ഷണം എന്ന് പറയാൻ കോൺഗ്രസിന് എന്ത് അർഹതയാണുള്ളത്?
അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള കുതന്ത്രങ്ങളുടെ ഷോ മാത്രമായിരുന്നു ഈ ജാഥയെന്നാണ് വ്യക്തമാകുന്നത്.